2026 ചിങ്ങൻ രാശിക്കാർക്ക് മകം, പൂരം, ഉത്രം, കാൽ നക്ഷത്രങ്ങളടങ്ങുന്ന രാശിയാകുന്നു ചിങ്ങം. ഇവർക്ക് വ്യാഴസഞ്ചാരം 11ാം രാശിയിലും ശനി അഷ്ടമത്തിലും സഞ്ചരിക്കുന്ന കാലമാണ്. വളരെ സൗഭാഗ്യദായകമായി വ്യാഴം സഞ്ചരിക്കുന്ന മിഥുനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവിടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് രാജകീയമായിട്ടുള്ള പകിട്ടും. അത് കുറച്ച് ദിവസം മുമ്പാണെങ്കിൽ 12ലേക്ക് വരുന്ന സമയത്ത് അത് വക്രഗതിയിൽ ഇപ്പോൾ വീണ്ടും 11ാം സ്ഥാനത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അത് കർക്കിടകത്തിലുണ്ടായിരുന്ന സമയത്ത് ഉണ്ടാകാവുന്ന അനുഭവങ്ങൾ, ഒരുപാട് ഭയവും, ഉദ്യോഗത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, ധനവ്യയം ഇവയെല്ലാം ഉണ്ടാകുമെങ്കിലും ഇപ്പോൾ വക്രഗതിയിലുള്ള വ്യാഴത്തിൻ്റെ മിഥുനത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് സ്ഥാനം കിട്ടാം, പുതിയതായിട്ടുള്ള സ്ഥാനമാനങ്ങളെല്ലാം കിട്ടാം, പുതിയതായിട്ടുള്ള അവാർഡുകൾ, അതുപോലെ പ്രവർത്തനത്തിന് മികവ് കൂടുക, ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുക, ഇവയെല്ലാം ഈ സമയത്ത് സൗഭാഗ്യപരമായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ജൂൺ 9 കഴിഞ്ഞ് വെച്ചാൽ അത് 12ാം ഭാവമായിട്ടുള്ള കർക്കിടകത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യും. ധനവ്യയം ആ സമയത്ത് കൂടാം. ഇപ്പോൾ ധാരാളം ധനം സമ്പാദിക്കാൻ പറ്റുന്നൊരു സമയമാണ്. കൂടാതെ ഒരു 5ാം മാസം, മെയ് മാസവും ജൂൺ മാസത്തിനിടയിൽ അവിചാരിതമായി കുറച്ച് ലാഭം പ്രതീക്ഷിക്കാം. ഇവർക്ക് വളരെ സൗഭാഗ്യകരമായിട്ടുള്ള ഒരു സമയമാണ്. 5ാം മാസത്തിൽ നിന്നും 6ാം മാസത്തിൻ്റെയും പകുതി സമയങ്ങളിലേക്ക് വിചാരിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു സ്ഥാനമാറ്റമോ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ഒരു ധനവരവ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലാഭം, ചിലപ്പോൾ അത് തന്നേക്കാൾ മൂത്ത സഹോദരനിൽ നിന്നാവാം, അല്ല സഹോദര സ്ഥാനീയരിൽ നിന്നുമാവാം, അല്ലെങ്കിൽ വലിയ ആൾക്കാരിൽ നിന്നുമാവാം, അല്ലെങ്കിൽ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നാവാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ സാർമാർ അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്നാവാം. അങ്ങനെ ഒരുപാട് തരത്തിൽ ചിന്തിച്ചുകൊണ്ട് നമുക്കത് പ്രാവർത്തികമാക്കാം. ഏത് തരത്തിലാണ് നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരിൽ നിന്ന് നൽകുന്ന ഉപഹാരങ്ങളോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ നേടാവുന്ന ഒരു സമയമാണിത്. കൂടാതെ ഈ ശനിയുടെ സ്ഥാനം അഷ്ടമത്തിൽ നിൽക്കുന്ന സമയത്ത് കൂടെ നിങ്ങളുടെ ഒപ്പം കഴിയുന്നവർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുമിത്രാദികൾക്കോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചു വരുന്ന നിങ്ങളുടെ കീഴ് ഉദ്യോഗസ്ഥർക്കോ ഇവർക്കെല്ലാം ഒരു ദുഃഖം ഉണ്ടാകാവുന്ന രീതിയിൽ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദുഃഖം ഉണ്ടാകാവുന്ന ഒരു അവസ്ഥ. അത് ഈ ലഗ്നാൽ കേതു നിൽക്കുന്ന ഒരു സമയം, അത് 7ാം ഭാവത്ത് രാഹു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നേക്കാം. രാജകീയമായിട്ടുള്ള രാശിയാണ് ചിങ്ങം, സിംഹേന്ദ്രനെ പോലെ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കേതു വരുന്ന സമയത്ത്, അഗ്നി തത്വം കൂടുന്ന സമയത്ത് ശരീരത്തിന് ഹീറ്റ് കൂടാം. ബിസിനസ് വിഷയത്തിൽ, പാർട്ട്ണർ വിഷയത്തിൽ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവാം. ഭാര്യ ഭർത്താവ് തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒരു സമയത്ത് ശ്രദ്ധിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞു വെച്ചാൽ ഈ സമയത്തിലേക്ക് വളരെ അനുകൂലം കിട്ടുന്ന വ്യാഴ മാറ്റമാണ് ഇപ്പോഴുള്ളത്. മിഥുനൻ രാശിയിലെ 11ാം രാശിയിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം. ശുഭം.